ഒരു ബ്രാൻഡഡ് പെട്ടിക്കുള്ളിൽ ഞാൻ കുറെ ദിവസം കടയിൽ ബോറടിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടി തന്റെ കുടുംബത്തോടെ ആ കടയിൽ എന്നെ വാങ്ങാൻ വന്നു. കടക്കാരൻ എന്നെ കുറിച്ച് കുറെ പൊങ്ങച്ചം പറഞ്ഞു. എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം തോന്നി. പിന്നെ എന്നെ വാങ്ങിയ കുട്ടിയുടെ പേരറിയണ്ടേ? സന എന്നാണ് കുട്ടിയുടെ പേര്. ആളൊരു വലിയ പഠിപ്പിച്ചാണെന്നാ തോന്നുന്നേ. അത്രയും ദിവസം ബോറടിച്ചിരുന്ന എനിക്ക് കുറെ അധികം ജോലി കിട്ടി. സന എന്നെ ട്യൂഷനിലും സ്കൂളിലും ഒക്കെ കൂടെ കൂട്ടി. ബാഗിൽ ബുക്കുകളുടെ ഇടയിൽ ഞാൻ നെരുങ്ങി പിതുങ്ങിയിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ നന്നായി ഉറങ്ങുകയും ചെയ്യും. ഇടയ്ക്ക് ഭക്ഷണത്തിന്റെ മണമടിക്കും. കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആ മണം വലിച്ചു കയറ്റും. കൊതിയാകും. ഓൺ ബട്ടൺ പിതുക്കുമ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് എന്റെ പണി തുടങ്ങും. അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയായിരുന്നു ഞാൻ. പക്ഷെ കാൽക്കുലേഷൻ ചെയ്യാൻ എന്നെ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് നാണം വരും. നമ്പറിൽ ഞെക്കുമ്പോൾ എനിക്ക് ഇക്കിളിയാകും. പിന്നെ നമ്മൾക്കിടയിൽ വഴക്കമുണ്ടാകാറുണ്ട്. ശത്രു ആരെന്നറിയണോ? ദയാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ്. വലിയ കാൽക്കുലേഷൻ വരുമ്പോൾ ഞാൻ ബോട്ട് മാസ് ഉപയോഗിക്കും. പക്ഷെ ഫോണത് നേരെ ഉപയോഗിക്കാറില്ല. ആ പൊട്ടൻ ഫോണിന് ഒന്നും അറിയില്ല. പക്ഷെ അവന്റെ ജാടയ്ക്കോ ഒരു കുറവുമില്ല. ആദ്യമൊക്കെ എനിക്ക് പണി കുറവായിരുന്നു. ജസ്റ്റ് സം സിമ്പിൾ കാൽക്കുലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പതിയെ കാൽക്കുലേറ്ററായി എന്നെ പോലും മാത്സ് വെറുതെ വിട്ടില്ല. സൈനും കോസും പെർമ്യൂട്ടേഷനും ഒക്കെ വന്നെന്നെ വട്ടം കറക്കി. ഒരു ദിവസം ബെഞ്ചിൽ ഞാൻ ഇരുന്നപ്പോൾ ഗംഗ എന്റെ ഉടുപ്പിന്റെ പുറത്ത് നമ്മുടെ സ്വന്തം പരമ്പരാഗതമായ റബ്ബർ സ്റ്റാമ്പ് അടിക്കാൻ നോക്കി. പക്ഷെ അത് ഭംഗി കൂട്ടാനുള്ള സ്റ്റാമ്പല്ല, എന്നെ കൊല്ലാനുള്ള ഒരു പരിപാടിയായിരുന്നു. ഉടുപ്പിലടിച്ചത് എനിക്കാണ് കൊണ്ടത്. സിസ്റ്റം ഫെയിലിയർ. എന്റെ കാര്യം തീർന്നു കരുതിയതാ. പക്ഷെ എന്റെ നട്ടും ബോൾട്ടും പോകാത്തതിനാൽ ഞാൻ രക്ഷപ്പെട്ടു. അയ്യോ ഭാഗ്യം, അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്തേനെ. പക്ഷേ അന്നു മുതൽ തുടങ്ങി വാദത്തിന്റെ അസുഖം. അന്നത്തെ സ്റ്റാമ്പടി അത് തന്നെ. എന്റെ മാത്രമല്ല സനയുടെയും കഷ്ടകാലം തുടങ്ങി. പരീക്ഷയ്ക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കാറില്ല. സനയുടെ കയ്യിൽ നിന്ന് കുറച്ച് അടി വാങ്ങി കൂട്ടിയിട്ടേ ഞാൻ എണീക്കാറുള്ളൂ. ഓൺ ബട്ടൺ ഞെക്കിയ ഉടൻ എഴുന്നേൽക്കുന്ന ഞാൻ ഇപ്പോൾ അടി കിട്ടിയാലേ എണീക്കൂ. എനിക്ക് എഴുന്നേൽക്കാൻ മടിയായി. പക്ഷെ എണീറ്റില്ലെങ്കിലോ സന എന്നെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് അവളെ കൂടുതൽ കഷ്ടപ്പെടുത്തണ്ട എന്ന് വെച്ച് ഞാൻ എഴുന്നേൽക്കും. പക്ഷെ സനയുടെ അടിയുണ്ടല്ലോ, എന്റെ ശരീരം വിറയ്ക്കും. എന്നാ പവറാ അവൾക്ക്. സൂപ്പർ ഹ്യൂമൻ ആണെന്നാ തോന്നുന്നേ. പക്ഷെ എന്നെ എത്ര അടിച്ചാലും ഞാൻ ചതിക്കാറില്ല. അതുകൊണ്ട് സന എന്നെ കൈവിടാറില്ല. വിശ്വാസം അതിന്റെ പവറാ. അങ്ങനെ കളിച്ചും വഴക്കിട്ടും ഞാൻ സനിയുടെ ബാഗിന്റെ ഒരറ്റത്ത് എന്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. എന്നെ പോലുള്ള എല്ലാ കാൽക്കുലേറ്ററുകൾക്കും ഓൾ ദി ബെസ്റ്റ്. എന്തിന് അടി വാങ്ങിക്കൊട്ടാൻ? വേറൊന്നും വിചാരിക്കരുതേ. ഞാനൊരു പാവം കാൽക്കുലേറ്റർ. ബൈ ബൈ.